ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ നവരാത്രിയിലെ പഞ്ചമിയാണ് വരുന്നത്. അതും നവരാത്രി വാരാഹി നവരാത്രിയുടെ പഞ്ചമി ശനിയാഴ്ചയോടുകൂടി വന്നിരിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പഞ്ചമിയാണ്. നാളത്തെ പഞ്ചമിയെ നമ്മൾ അശ്വാരൂഢ പഞ്ചമി എന്നാണ് വിളിക്കുന്നത്. കാരണം നവരാത്രിയിലെ ഓരോ ദിവസവും ഓരോ ദേവിമാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പം നാളത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും വീട്ടിൽ ശീബോധി വെച്ചു, ശ്രീ ഭഗവതിയെ വീട്ടിലോട്ട് ആനയിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീട്ടിൽ വെച്ച ശ്രീ ഭഗവതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് പഞ്ചമി തിഥിയുടെ ആരംഭം നമുക്ക് എപ്പോഴാണെന്ന് നോക്കാം. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് നാളെ 18-ാം തീയതി ശനിയാഴ്ച അതിരാവിലെ 4:43 അവസാനിക്കുന്നത് ഞായറാഴ്ച 19-ാം തീയതി അതികാലെ 3:43. അതുകൊണ്ട് തന്നെ നാളെ രാത്രി 7 മണിക്ക് ശേഷം നമുക്ക് പഞ്ചമി പൂജകളൊക്കെ ചെയ്യാം. സാധാരണയായിട്ട് നിങ്ങൾ പഞ്ചദീപം തേങ്ങാദീപം ഒക്കെ കൊളുത്തുന്നവരാണെങ്കിൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടത് നാളെ ഉച്ചയ്ക്കാണ്. കാരണം അശ്വാരൂഢ കാര്യസിദ്ധി സമയം വരുന്നത് നാളെ ഉച്ച സമയത്താണ്. ഈ ഒരു നവരാത്രിയുടെ സമയത്ത് പഞ്ചമി തിഥിയിൽ വന്നിരിക്കുന്ന അശ്വാരൂഢ കാര്യസിദ്ധി നമ്മൾ എന്തിന് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാണ്. എത്ര വലിയ നടക്കാത്ത ആഗ്രഹവും നവരാത്രി നാളിൽ നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ദേവി അത് സാധിച്ചു തരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നമ്മൾ ഒരു ചെമ്പരത്തി പൂവിലെഴുതിയാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശത്രുശല്യമാണ്. ചിലപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെപ്പറ്റി മോശം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾ. അപ്പം അവരൊന്നും അങ്ങനെ ഇനി പറയാതിരിക്കാനും സ്വമനസാലെ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും വേണ്ടി വാരാഹി അമ്മയ്ക്ക് നമ്മൾ കൊളുത്തുന്ന ഒരു ദീപവഴിപാട്. ഈ ദീപവഴിപാട് നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കൂർ സമയത്താണ് അശ്വാരൂഢ കാര്യസിദ്ധി പഞ്ചമി സമയം വരുന്നത്. ആ സമയത്ത് നമ്മൾ കൊളുത്തണം. അശ്വാരൂഢ കാര്യസിദ്ധി പഞ്ചമി. കാരണം ഈ നവരാത്രിയുടെ 9 ദിവസവും വാരാഹി അമ്മയെ ഓരോ രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഓരോ പേരിൽ. അതിൽ തന്നെ സിദ്ധിദാത്രിയായിട്ട് ഈ വാരാഹി നവരാത്രി ദിവസം മുഴുവൻ നമ്മൾ പൂജിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നാളത്തെ ദിവസം അശ്വാരൂഢ വാരാഹിയായിട്ട് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് അമ്മ നമുക്ക് സാധിച്ചു തരും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എല്ലാം ചുമപ്പ് കളറിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് അസുര വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ചുമപ്പെന്ന് പറഞ്ഞാൽ തന്നെ വെട്രി, വിജയം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതേപോലെ തന്നെ ചുമപ്പിന് മറ്റൊരർത്ഥം പറയുന്നത് തിന്മയെ ജയിച്ച് നന്മ അവിടെ വിളങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഡേഞ്ചർ എന്നൊക്കെ റെഡിനെ പറഞ്ഞാൽ പോലും ഈ ഒരു കർക്കിടക മാസത്തിൽ, സാക്ഷാൽ ദേവിക്ക് പ്രിയപ്പെട്ട മാസത്തിൽ നമ്മൾ ചുമപ്പ് കളർ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റി ഇല്ലാതാകുകയും തിന്മയ്ക്ക് മേൽ നന്മ ജയിക്കുകയും അതേപോലെ നമുക്ക് ആഗ്രഹ പൂർത്തീകരണം അസുരവേഗത്തിൽ നടന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അശ്വാരൂഢ വാരാഹി കാര്യസിദ്ധി സമയം വരുന്നത് നാളെ ഉച്ചയ്ക്ക് 11:35 മുതൽ 12:15 വരെയുള്ള സമയമാണ്. അതായത് നാളെ ശനിയാഴ്ച ജൂലൈ 18-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:35 മുതൽ 12:15 വരെയുള്ള 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ അടുത്ത് ഉള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇനി നാളെ ഈ സമയത്ത് വീട്ടിലില്ലാത്തവർക്ക് നാളെ വൈകിട്ട് 7 മണിക്ക് ശേഷവും ചെയ്യാം. പക്ഷേ എപ്പോഴും കാര്യസിദ്ധി സമയം വരുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളിത് ചെയ്യുമ്പം അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും. അപ്പോൾ നമ്മൾ നാളെ ഉച്ചയ്ക്ക് ഞാൻ ഈ പറഞ്ഞ സമയത്ത് വാരാഹി അമ്മയുടെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളത് അത് തുടച്ച് ചുമന്ന കളറിലെ പൂക്കൾ, ചുമന്ന റോസാപ്പൂവ്, അരളിപ്പൂക്കൾ ഇതൊക്കെ കിട്ടുമെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ദേവിയെ അലങ്കരിക്കണം. അലങ്കരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തണം. ഇനി ഫോട്ടോ വിഗ്രഹം ഇല്ലാത്തവരാണെങ്കിലും അമ്മയായി സങ്കല്പിച്ച് ഞാൻ ഈ പറയുന്ന ദീപം കൊളുത്തിയാൽ മതി. അതായത് ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് എടുക്കുക. ഇതില്ലാത്തവർ ഒരു വാഴയില എടുത്താലും മതിയാവും. അതിലോട്ട് കുങ്കുമമിട്ട് ഒന്ന് പരത്തിയിട്ട് അതിന് മുകളിൽ മൺവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് ഒരു ദീപം കൊളുത്തുക. അതായത് ചുമന്ന കുങ്കുമത്തിന് മുകളിലാണ് നമ്മൾ ദേവിക്ക് ഈ ഒരു ദീപം കൊളുത്തുന്നത്, അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിലായിട്ട്. അങ്ങനെ കൊളുത്തുന്നത് ശത്രുക്കളുടെ ശല്യം
നമ്മളെ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ശത്രുക്കൾ, അവരുടെ ശല്യം നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുങ്കുമദീപം ദേവിക്ക് മുൻപിൽ കൊളുത്തുന്നത്. ഈ ഒരു ദീപം കൊളുത്തുന്ന സമയത്ത്, അതായത് നമ്മൾ ആ പ്ലേറ്റിൽ കുങ്കുമം ഇടുമ്പോഴും നെയ്യ് ഒഴിക്കുമ്പോഴും ആ ദീപം കൊളുത്തുമ്പോഴും ഒക്കെ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ ചൊല്ലിക്കേൾപ്പിക്കാം. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം അശ്വാരൂഢ വിദ്മഹേ ഓം മഹാവാരാഹി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഈ ഒരു മന്ത്രം, ഇതിന് എണ്ണമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ദേവിക്ക് മുൻപിൽ ദീപം കൊളുത്തി വെച്ചു. കിഴക്കോട്ടോ വടക്കോട്ടോ വേണം ദീപത്തിൻ്റെ നാളം കത്താൻ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരുടെ കയ്യിലും റെഡ് കളറിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരിക്കും. മിക്ക വീടുകളിലും ഉണ്ടാവും. അബ്രോഡ് ഉള്ളവർ റെഡ് കളറിൽ ഒരു പേപ്പർ എടുത്താൽ മതി. അപ്പം ചെമ്പരത്തിപ്പൂ കിട്ടുന്നവർ തീർച്ചയായും ചെമ്പരത്തിപ്പൂ എടുക്കണം. കാരണം 5 ഇതൾ ചെമ്പരത്തിയിൽ നമ്മൾ എഴുതി ചെയ്യുന്ന എന്തൊരു പരിഹാരവും വാരാഹിയമ്മ സാധിച്ചു തരും. ഇതിനു മുൻപും ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ചെമ്പരത്തിപ്പൂ എടുക്കുക. നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം 5 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളിൽ 5 ആഗ്രഹങ്ങളും എഴുതാം. അങ്ങനെയല്ല, അത്യാവശ്യമായിട്ട് ഒരേ ഒരു കാര്യം നടന്നു കിട്ടാനാണെങ്കിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം നമ്മൾ ചെമ്പരത്തിപ്പൂവിൽ എഴുതുക. 5 ഇതളിലും ഒരൊറ്റ ആഗ്രഹം എഴുതാം. അങ്ങനെയല്ലെങ്കിൽ 5 ആഗ്രഹങ്ങൾ എഴുതാം. എഴുതി ഈ പ്രാർത്ഥന നമ്മൾ 27 പ്രാവശ്യം ഈ സെയിം മന്ത്രം ചൊല്ലി ദേവിക്ക് പാദത്തിനടുത്തായിട്ട്, ഇപ്പോൾ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവർക്ക് പാദത്തിനടുത്തായിട്ട് ഈ ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുക. നമ്മൾ കുങ്കുമ ദീപമാണ് കൊളുത്തി വെച്ചിരിക്കുന്നതെങ്കിൽ ആ ദീപത്തിനരികിലായിട്ട് സമർപ്പിക്കുക. ഇനി ചെമ്പരത്തിപ്പൂവ് കിട്ടാനില്ലാത്തവർ നല്ല റെഡ് കളറിലെ പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതി, അപ്പോൾ ഒരൊറ്റ ആഗ്രഹമേ എഴുതാവുള്ളൂ. അതെഴുതി അമ്മയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾക്ക് റെഡ് കളറിലെയോ ഗ്രീൻ കളറിലെയോ ബ്ലൂ കളറിലെയോ പേന ആഗ്രഹം എഴുതാനായിട്ട് ഉപയോഗിക്കാം. ചെമ്പരത്തിപ്പൂവിൽ എഴുതുമ്പം ചെമ്പരത്തിപ്പൂവ് കീറിപ്പോകാതെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതി ദേവിക്ക് മുൻപിൽ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നവരാത്രി തീരും മുൻപ് നമ്മുടെ ആഗ്രഹം അമ്മ സാധിച്ചു തരും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഒരു മന്ത്രം ഈ ഒരു കാര്യസിദ്ധി സമയത്ത് തന്നെ വേണം നമ്മൾ ഈ 2 കാര്യങ്ങളും ചെയ്യാൻ. ഒന്നിച്ച് തന്നെ ചെയ്യണം. ഈ മന്ത്രം നമ്മൾ 27 പ്രാവശ്യം, ഏറ്റവും കൂടുതൽ 108 പ്രാവശ്യം നമുക്കിത് ജപിക്കാം. നമ്മുടെ ആഗ്രഹം നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ ആ ഒരു ചെമ്പരത്തി പൂവിൽ എഴുതി അത് നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാം. 108 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ലാത്തവർ ഏറ്റവും കുറഞ്ഞതൊരു 27 പ്രാവശ്യമോ 33 പ്രാവശ്യമോ ചൊല്ലിയിട്ട് ദേവിയുടെ പാദത്തിൽ ഈ ഒരു പൂവ് സമർപ്പിച്ചാൽ മതിയാവും. എത്ര വലിയ നടക്കാത്ത ആഗ്രഹവും അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും. വിശ്വാസപൂർവ്വം തന്നെ നമ്മളിത് ചെയ്യണം. ആഗ്രഹം സാധിക്കുന്നത് വരെ ആ പേപ്പർ അവിടെ ഇരുന്നോട്ടെ. ചെമ്പരത്തിപ്പൂവാണെങ്കിൽ അത് വാടിപ്പോകുമല്ലോ. അപ്പം നമ്മളതെടുത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കളയുക. ആഗ്രഹ സാധ്യത്തിന് ശേഷം ആ പേപ്പർ വെള്ളത്തിൽ അലിയിച്ച് ചെടിയുടെ ചുവട്ടിൽ കളഞ്ഞാൽ മതിയാവും. നാളത്തെ ദിവസം എല്ലാവരും ഇത് ചെയ്യണം. അതേപോലെ നാളത്തെ ദിവസം വാരാഹി അമ്മയ്ക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ മാല, ഒറ്റ എണ്ണത്തിൽ മഞ്ഞൾ മാല ചാർത്താവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാല അമ്മയ്ക്ക് ചാർത്താവുന്നതാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രം, അതായത് സിദ്ധിദാത്രി വാരാഹി അമ്മയുടെ മന്ത്രവും കുങ്കുമ അർച്ചനയും നാളെ ഇതുവരെയും ചെയ്യാത്തവർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.